ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് റവ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റവ ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് ഇഞ്ചിയുമാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു 4 ചേരുവകളും മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നേരത്തെ തന്നെ റവ ഞാൻ ഇതിനകത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം റവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, മൈദ, ഇനി നമുക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ബാറ്റർ അപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെ ഇപ്പോൾ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ലൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്കിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ദോശമാവായാലും അപ്പത്തിൻ്റെ മാവായാലും ആട്ടിയ ഉടനെ ഒന്നും നമ്മൾ ഉണ്ടാക്കത്തില്ല. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ നമുക്ക് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. നമുക്ക് ദോശമാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മുടെ പാൻ. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാവും. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ സൈഡും അതുപോലെ തന്നെ ബാക്കും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്. നമ്മുടെ സാധാരണ ദോശയുടെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.